ഹേ ഗൈസ്, കൃഷിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ ചെടി എന്ന് പറയുന്നത് സ്നേക്ക് ഗോഡ് എന്ന് പറയും. അപ്പം അതിന്റെ അസുഖങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. പൗഡറി മിൽഡ്യൂ, ഡൗണി മിൽഡ്യൂ, ഫ്രൂട്ട് റോട്ട്, കുക്കുംബർ മൊസൈക്ക് വൈറസ്, പപ്പായ റിംഗ് സ്പോട്ട് വൈറസ്. ഇത്രയും അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് കേരളത്തിലുള്ള ഇതിനൊക്കെ വരണത്. അപ്പൊ നമുക്ക് ഓരോ അസുഖവും നോക്കാം. ആദ്യം ഡൗണി മിൽഡ്യൂ, അതായത് ഇലയുടെ അടിഭാഗത്ത് വെള്ള തരിതരിയായിട്ട് കാണുന്നതാണ് ഡൗണി മിൽഡ്യൂ. ഇത് മെയിൻ ആയിട്ട് മഴ സമയത്താണ് ഉണ്ടാവുന്നത്. അടുത്ത പൗഡറി മിൽഡ്യൂ സാധാരണ വെള്ള തരിയായിട്ട് ഇലയുടെ ഉപരിതലത്തിലാണ് കാണുന്നത്. ഇത് കാരണം ഇല മഞ്ഞ കളർ ആയതിനു ശേഷം ഇല്ലാതായി പോകും. അടുത്തത് ഫ്രൂട്ട് റോട്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ പഴത്തില് ചെറുതായിട്ട് നനവ് പോലെ വന്നതിന് ശേഷം അത് അഴിവും. ഫ്രൂട്ട് നിന്ന നിപ്പിൽ തന്നെ അഴിവി പോകും. അതിനെയാണ് മെയിൻ ആയിട്ട് ഫ്രൂട്ട് റോട്ട് എന്ന് പറയുന്നത്. അടുത്തത് മൊസൈക്ക് വൈറസ്. ഈ മൊസൈക്ക് വൈറസ് ഉണ്ടാകുമ്പം മൊസൈക്ക് രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാവുകയും അതിന്റെ വെയിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് കാരണം ഫ്രൂട്ട് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. പപ്പായ റിംഗ് സ്പോട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ അതും ഒരു വൈറസ് ഡിസീസ് തന്നെയാണ്. ഇത് വരുമ്പോൾ നമ്മുടെ ഇലയുടെ ഇടയ്ക്കിടയ്ക്ക് വളവും ചുരുവും എല്ലാം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൊസൈക്ക് പുള്ളികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മളെ മിൽഡ്യൂ ഇല്ലേ, പൗഡറി മിൽഡ്യൂ, ഡൗണി മിൽഡ്യൂ, അതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാല് 1:2:3, അതായത് 1% പാലും എടുത്ത് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ നീം ബേസ്ഡ് സൊല്യൂഷൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വൈറസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന്റെ വെക്ടേഴ്സ് ആയിട്ടുള്ള ഏഫിഡ്, പിന്നെ വൈറ്റ് ഫ്ലൈ, ഇതിനെയെല്ലാം നമുക്ക് സ്റ്റിക്കി ട്രാപ്പ് വെച്ച് നമുക്ക് അതിനെല്ലാം പിടിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഇതിന് IPM, അതായത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റും പിന്നെ റെസിസ്റ്റന്റ് വെറൈറ്റീസ്, ക്രോപ്പ് റൊട്ടേഷൻ വഴിയെല്ലാം നമുക്ക് ഇതിനെല്ലാം പ്രതിരോധിക്കാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ടാറ്റാ.